20 അടിയുള്ള കൂറ്റൻ വേൾഡ് കപ്പുമായിട്ട് ഫൈനൽ കാണാനുള്ള കൂറ്റൻ ആവേശത്തിലാണ് പുത്തൂരിലെ അർജന്റീന ഫാൻസ്. സ്പെയിൻ മികച്ച ടീമാണെങ്കിലും കപ്പ് മെസ്സിക്ക് തന്നെയെന്ന ടീമിലെ 3 വയസ്സുകാരി പൂജ വിനോദ് തയ്യാറാക്കിയ റിപ്പോർട്ട്. ലോകകപ്പിന്റെ ആവേശം അതിന്റെ കൊടുമുടിയിൽ എത്തി നിൽക്കുമ്പോൾ തൃശ്ശൂരിൽ ഇതാ ഒരു കൂറ്റൻ വേൾഡ് കപ്പ്. 20 അടിയോളം ഉയരമുണ്ട്. അതുപോലെ തന്നെ 3 വയസ്സ് മുതൽ 76 വയസ്സ് വരെയുള്ള അംഗങ്ങളാണ് ഇതിന് പിന്നിൽ. തികഞ്ഞ അർജന്റീന ഫാൻസ് ആണ് ഈ കപ്പ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പൊ ചേട്ടാ, കപ്പ് ആര് കൊണ്ടുപോകും? കപ്പ് സംശയം അർജന്റീന നമ്മൾ തന്നെ എടുക്കും, നമ്മൾ തന്നെ തൂക്കും. വാമോസ് അർജന്റീന. പിന്നെ തീർച്ചയായിട്ടും അല്ല, നിസ്സാരക്കാരായാലും കുഴപ്പമില്ല, നല്ല കളിക്കാർ. ഞങ്ങളത്ര നിസ്സാരക്കാരല്ല. എല്ലാവരും പറയണത് മറു ടീം നിസ്സാരക്കാരല്ലാന്ന് പറയണേ. പക്ഷെ ഈ അർജന്റീനയുടെ ഒപ്പം കളിച്ചപ്പോ എല്ലാവർക്കും മനസ്സിലായില്ലേ? ലാസ്റ്റ് ടൈമില് 80 മിനിറ്റ് കഴിഞ്ഞിട്ട് എല്ലാവർക്കും മനസ്സിലായില്ലേ? അപ്പൊ അതുപോലെ തന്നെ ഈ കളി ഞങ്ങൾ കളി എടുക്കുന്ന കളി ഉറപ്പായിട്ട് എടുക്കും. എത്ര ദിവസം എടുത്തു ഈ ഒരു വേൾഡ് കപ്പ് തയ്യാറാക്കാൻ? ഞങ്ങളൊരു 3 ആഴ്ച എടുത്തിട്ടുണ്ട്. ഞാനായിട്ട് മെയിനായിട്ട് ചെയ്ത്, പിന്നെ എൻ്റെ കൂടെ എല്ലാവരും കൂടെ വർക്ക് ചെയ്യാനായിട്ടുണ്ടായിരുന്നു. പിന്നെ ഫണ്ടായിട്ട് കുറെ ആൾക്കാർ സഹായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണ് ഞങ്ങളിത് ചെയ്തത്. മേക്കിംഗ് കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? എന്തുകൊണ്ടാണ് മേക്കിംഗ്? നമ്മള് ഇരുമ്പിന്റെ റിങ്ങും പിന്നെ അതിന്റെ സ്ട്രേറ്റ് ഇരുമ്പിന്റെ തന്നെ, പിന്നെ അതിന്റെ മുകളിൽ ഫോം ഷീറ്റ്, പിന്നെ അതിന്റെ മുകളിൽ സൺ പാക്ക് ഒട്ടിച്ചിട്ട് അതിന്റെ മുകളിൽ ഫോം ഷീറ്റ്, പിന്നെ പെയിന്റ്, ടെസ്റ്റ്, അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ചെയ്തത്. പ്രായഭേദമന്യേ എല്ലാവരും ഉണ്ടായിരുന്നു? എല്ലാവരും ഉണ്ടായിരുന്നു. ഈ കുഞ്ഞു കുട്ടി അടക്കണ്ടായിരുന്നു. അപ്പോ മുത്തശ്ശ ആരാ? അർജന്റീന ഈ പ്രാവശ്യം കപ്പ് തൂക്കും. അപ്പൊ മുത്തച്ഛനും ഇതിലുണ്ടായിരുന്നു? ആ മുത്തച്ഛന്റെ വീട്ടിൽ വെച്ചിട്ടാണ് ഈ സംഭവം ഉണ്ടാക്കിയത്. ചെറിയൊരു മുറ്റായിരുന്നു. ആ മുറ്റത്തിൽ ഞങ്ങള് ചെറിയൊരു സ്പേസിൽ വെച്ചിട്ടാണ് ഇത്രയും വലിയ സംഭവം ഉണ്ടാക്കിയെടുത്തത്. അപ്പൊ ആളും പിന്നെ എല്ലാവരും ഉണ്ടായിരുന്നു വർക്കിനായിട്ട്. കാണുന്നതിനിടെ സമയം രാത്രിക്ക് വന്ന് ചെയ്യാം. രാത്രി നമ്മള് ഒരു 10 മണിക്ക് വർക്ക് തുടങ്ങി കഴിഞ്ഞാൽ പുലർച്ചെ 4 മണി 5 മണി വരെ ചെയ്ത് വർക്ക് ചെയ്തിട്ട്, പിന്നെ അന്ന് പുലർച്ചെ പോയിട്ട് കളി കണ്ടിട്ടാണ് പിറ്റേ ദിവസം 7 മണിക്ക് വർക്കിന് പോയത്. കുഞ്ഞുണ്ടായിരുന്നോ ഈ ടീമില്? മെസ്സി ജയിക്കോ? അപ്പൊ ഈ കപ്പൊക്കെ ഉണ്ടാക്കാനുണ്ടോ? വലിയ ആളായിട്ട് ഉണ്ടായിരുന്നല്ലോ രാത്രിയൊക്കെ. ഉണ്ടായിരുന്നു. മെസ്സിയെ ഇഷ്ടമാണോ? അപ്പൊ പറഞ്ഞേ, വാമോസ് അർജന്റീന. ഒന്ന് ചിരിച്ചിട്ടൊക്കെ പറഞ്ഞേ. അതെ, സ്വന്തം കപ്പ് തയ്യാറാക്കി മെസ്സി കപ്പടിക്കുന്നതും കാത്തിരിക്കുകയാണ് ഇവിടെ ഉള്ളവർ. അതുപോലെ തന്നെ അത്രയധികം എക്സൈറ്റ്മെന്റിലുമാണ്. ക്യാമറമാൻ സുനിൽകുമാറിനൊപ്പം പൂജ വിനോദ്, മനോരമ ന്യൂസ്. അപ്പോൾ പോർച്ചുഗൽ, ജർമ്മനി, ഇംഗ്ലണ്ട് തുടങ്ങിയ ടീമുകളുടെ ആരാധകരൊക്കെ ഇപ്പോൾ അർജന്റീനയ്ക്കെതിരും മറ്റ് അർജന്റീന ഫാൻസ് എല്ലാം ഒരു പക്ഷത്തുമായിട്ട് നിൽക്കുന്ന ഒരു വേൾഡ് കപ്പാണ്. അപ്പോൾ സ്പെയിനെ സപ്പോർട്ട് ചെയ്യുന്നവരെല്ലാം അർജന്റീന വിരുദ്ധരും, അങ്ങനെ അർജന്റീന ഫാൻസും അർജന്റീന വിരുദ്ധരും തമ്മിലുള്ള ഒരു പോരാട്ടമായിട്ട് മാറിയിരിക്കുകയാണ് ലോക ഫുട്ബോളിന്റെ ഫൈനൽ മത്സരം. അതിന് മാറ്റുകൂട്ടിക്കൊണ്ടാണ് മെസ്സി ഇപ്പോൾ വൈകാരിക ഒരു കുറിപ്പും കൂടി വന്നിരിക്കുന്നത്.